വണ്ടി എടുക്കില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ക്രിസ്ത്യനാണ്. ക്രിസ് വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറ പോകുന്നതും അതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറ പോണ കഥകളും ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷേ വാൽപ്പാറയുടെ ഉള്ളിൽ എന്താ നടക്കണേന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം. സാധാരണ നമ്മൾ അതിരപ്പള്ളി വഴിയാണ് വാൽപ്പാറയ്ക്ക് പോകണമെങ്കിലും ഈ തവണ നമ്മൾ പൊള്ളാച്ചി വഴി 40 ചുരം കയറിയിട്ടാണ് വാൽപ്പാറയ്ക്ക് പോയത്. അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വാൽപ്പാറ എന്ന് പറയുമ്പോഴേ നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് അവിടെയുള്ള ആനകളും കാട്ടുപോത്തുകളും പുലികളൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ നടുവിൽ താമസിക്കുന്ന അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥയെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ദയ്യാളാണ് വാൽപ്പാറേനെ ഇന്നത്തെ വാൽപ്പാറയാക്കി എടുത്തത്. സായിപ്പിനെ കാണാണ്ട് നമ്മൾ വാൽപ്പാറയിൽ വന്നിട്ട് തിരിച്ചു പോകാറില്ല. 2 ബ്രിട്ടീഷുകാർ കൂടിയിട്ട് മദ്രാസ് ഗവൺമെന്റിന് കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം മേടിച്ചിട്ട് അത് ഇന്നത്തെ വാൽപ്പാറയാക്കി മാറ്റിയത് ഈ കാർവർ മാഷാണ്. വെറുതെ ഒന്നല്ലാട്ടാ, അന്നത്തെ 250 രൂപയായിരുന്നു ശമ്പളം. അതായത് ഇന്നത്തെ ഒരു 10-15 ലക്ഷം വരും. ഇവിടുത്തെ ടീ പ്ലാന്റേഷൻസ്, അവിടേക്കുള്ള റോഡുകള്, അവിടേക്ക് വേണ്ട ജോലിക്കാർ, അവർക്ക് വേണ്ട താമസം, എന്തിന് വാൽപ്പാറയ്ക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഉണ്ടാക്കി കൊടുത്തത് ഈ പുള്ളിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ആളറിയപ്പെടുന്നത് ഫാദർ ഓഫ് വാൽപ്പാറ എന്നാണ്. നമ്മളിപ്പോൾ എത്തിയത് വാൽപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ്. സാധാരണ ഇവിടെ വിസിറ്റേഴ്സിന് വൈകിട്ട് 5 മണി വരെയാണ് എല്ലാവരും. വേറെ ഒന്നും കൊണ്ടല്ല, അത്രയധികം കാട്ടാനകളും പുലികളും കാട്ടുപോത്തുകളും ഉള്ള സ്ഥലമാണ് ഈ കാട്. ഈ കാട്ടിലാണ് നമ്മൾ ഇന്ന് രാത്രി താമസിക്കുന്നത്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് വാൽപ്പാറ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ കാടിന്റെ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടല്ലോ, അത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഓരോ കൺസ്ട്രക്ഷൻസ്, ഈ ലാൻഡ്സ്കേപ്പിലും ഇവിടുത്തെ പച്ചപ്പിലൊക്കെ കാണാൻ എന്തു ഭംഗിയാണെന്നറിയാം. ഞാൻ ഓരോ തവണ വാൽപ്പാറയ്ക്ക് വരുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ എത്ര സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് അറിയാം. ഈ വീടുകളിലൊക്കെ ആൾക്കാർ ഒരിക്കലും താമസിക്കുന്നതാണ്. ഇതൊക്കെ പൊളിഞ്ഞു കിടക്കുന്നതേ കാട്ടാന കുത്തി പൊളിക്കുന്നതാണ്. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാത്രി കിടന്നുറങ്ങണ സമയത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള ചുമര് അങ്ങോട്ട് പൊളിയുന്നു, മുൻപിൽ തന്നെ ഒരു ആന. അടിപൊളി. വാൽപ്പാറയിൽ ഒരുപാട് ജീവികളെ നമുക്ക് കാണാൻ പറ്റും. മയിലുകളാണ് ഇഷ്ടം പോലെയാണ്. അതിപ്പോ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ മ്ലാവുകള്, മലയണ്ണാൻ, കൊരങ്ങന്മാര്, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട് അവിടെ. ഇപ്പൊ നിൽക്കുന്നതേ നമ്മുടെ വാൽപ്പാറയിലുള്ള ചിന്നക്കല്ലാർ ഡാമിന്റെ അടുത്താണ്. നിങ്ങൾ ഈ ബിൽഡിംഗ് ഒന്ന് നോക്കി നോക്കിയേ. ഇതെന്ന് പറയുന്നത് ഒരു 2-3 ആഴ്ച മുമ്പ് ആന കുത്തി പൊളിച്ച ബിൽഡിങ്ങാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ താമസിക്കുന്നതെന്ന് പറഞ്ഞാണ്ടല്ലോ, നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റില്ല. ഈ വീട്, അതുപോലെ തന്നെ ഇതിൻ്റെ മേലൊരു വീടുണ്ട്, ആ വീട്, അതുപോലെ തന്നെ കുറച്ചങ്ങോട്ട് നീങ്ങി വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിലൊരു വീടുണ്ട്, ആ വീട്. ഈ വീടുകളൊക്കെ ആന കുത്തി പൊളിച്ചിരിക്കുന്നതാണ്. വാൽപ്പാറയിൽ റേഷൻ വരുന്ന അന്ന് തന്നെ അത് എല്ലാവർക്കും കൊടുത്തു തീർക്കും. അല്ലെങ്കിൽ അരിയുടെയൊക്കെ മണം കിട്ടി കഴിഞ്ഞാൽ ആന വരും, റേഷൻ കട കുത്തി പൊളിക്കും. പിന്നെ ബാക്കിയുള്ളവർക്ക് ഒന്നും ഉണ്ടാവില്ല കൊടുക്കാനായിട്ട്. ഇവൻ കുറേ നേരമായി നമുക്കിങ്ങനെ പോസ് ആവുന്നോണ്ടിരിക്കണം. അപ്പം നമ്മൾ ഇവൻ്റെ 2 ഷോട്ട് എടുക്കണമല്ലോ, അതുകൊണ്ട് എടുത്തതാ. ഇതേ പറഞ്ഞത്. ഈ വാൽപ്പാറ കാടിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആള് പറയും, ആ ദൂരേക്കൊന്നും പോകരുത്, പുലിയുണ്ട്, ഭയങ്കര ഡേഞ്ചറാണെന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 10 മീറ്റർ മാറി ഒന്ന് മൂത്രം വയ്ക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ ഒരു വൈകിട്ട് 5:30 ആയിട്ടുണ്ടാവട്ടാ. നമ്മൾ ഈ വളവ് തിരിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ മുൻപിൽ തന്നെ ഒരു കാട്ടുപോത്ത്. എന്താ മറ്റേ സൈസ് നോക്കിയേ. ഇനിയും ബാഹുബലിയുടെ സെറ്റിൽ നിന്ന് അങ്ങനെ ചാടി വന്നാണാവോ. നാട്ടിൽ കുറെ പോത്തുകളെ കണ്ടിട്ടെന്ന് വിചാരിച്ചിട്ട് ഇവന്റെ അടുത്തേക്ക് പോയാണ്ടല്ലോ, അത് അവസാനത്തെ പോക്കായിരിക്കും. കാണാൻ പാവാണെങ്കിലും കയ്യിലിരിപ്പ് ഇതൊന്നുമല്ല, കുത്തി വളർത്തും. ആദ്യം വാൽപ്പാറയിൽ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നിന്ന് ബ്രിട്ടീഷുകാർ ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നവരാണ്. ഇപ്പോഴാണ് അവരുടെ മക്കളൊക്കെ പുറത്തു പോയി പഠിച്ച് അവര് ഒന്ന് പുറം ലോകം കണ്ടു തുടങ്ങുന്നത് തന്നെ. അതുമാത്രല്ല കേട്ടാ, ഇപ്പൊ ഗവൺമെന്റ് ഉണ്ടല്ലോ, ഈ ടീ പ്ലാന്റേഷൻസ് ഒക്കെ ഫോറസ്റ്റിന് കൈമാറാണ്. അപ്പൊ അതിനു മുമ്പ് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഇവിടുന്ന് മാറ്റി താമസിച്ചുകൊണ്ടിരിക്കുക. ഈ സ്ഥലമൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ സ്ഥിരം ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഈ കാണുന്ന ചെറിയ പോസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ അത് ക്യാമറയും സെൻസറൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ സമയം വൈകിട്ട് ഒരു 6-6:30 ആയിട്ടുണ്ട്. നമ്മൾ കാടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ കൂടെ അവിടുത്തെ ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ പോകുന്നത്. നമുക്ക് ഓരോ വളവെത്തുമ്പോഴും പേടിയാണ്, മുൻപിൽ ആന ഉണ്ടാവോ, കാട്ടുപോത്തുണ്ടാവോ, പുലി ഉണ്ടാവോ എന്നൊക്കെ. വാൽപ്പാറയിലത്തെ മിക്ക കൺസ്ട്രക്ഷൻസും ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷുകാരാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ വരുമ്പോഴൊക്കെ കുളിക്കാറുള്ള ഒരു പുഴ കേട്ടോ. ഇത് കുറച്ചങ്ങോട്ട് നീട്ട് നല്ല സ്ഥലമുണ്ട്. കാലാട്ടിരിക്കുന്നതൊന്നും നോക്കണ്ട കേട്ടോ, നല്ല പേടിയുണ്ട്. എത്ര പേര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും കൊടും കാടിൻ്റെ നടുവിലായിരിക്കണം. ഇപ്പോൾ നമ്മൾ വാൽപ്പാറയിൽ നിന്ന് തന്നെ ഒരുപാട് ഉള്ളിലേക്ക് പോന്നു. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് റേഞ്ചർ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാം. പക്ഷേ ഇനിയും ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ട് വരെ വീടുകളുണ്ടെന്ന്.
ഈ വാൽപ്പാറ ടൗണിലൊക്കെ പുലിയും ആനയൊക്കെ വരുന്നത് സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും ഓൾമോസ്റ്റ് ഒരു വാൽപ്പാറ ടൗണിൽ നിന്ന് 7-8 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടുള്ള ആൾക്കാരുടെ ഒരു താമസം അത് എങ്ങനെയുണ്ടാവും? നമ്മളിപ്പോൾ ആ കണ്ട പാലത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്തെ കണ്ട വീടുകളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന സെൻസർ ഉണ്ടല്ലോ, ഇതിൻ്റെ മുൻപിൽ കൂടെ എന്തു പോയാലും അപ്പം തന്നെ അലാമും അടിക്കും, അതുപോലെ തന്നെ ലൈറ്റും ഫ്ലാഷ് ആവും. ഈ ആനേനെ ഓടിപ്പിക്കാൻ വേണ്ടി വെച്ചെന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് നേരത്ത് വേണമെങ്കിലും ആന വരാമെന്നുള്ള പേടിയോടുകൂടി ജീവിതകാലം മൊത്തം ജീവിക്കേണ്ട അവസ്ഥ. ഷോ നമ്മളത് കഴിഞ്ഞിട്ട് വാൽപ്പാറ ടൗണിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഒരു ഹോട്ടൽ റോളക്സ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് ഇതൊക്കെ. വഴിയിൽ 2 സൈഡിലെന്ന് പറഞ്ഞാൽ കാട്ടുപോത്തുകൾ ഇങ്ങനെ കിടക്കാണ്. കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് അങ്ങോട്ട് ലൈറ്റ് ഇല്ലാത്ത കാരണമാണ് ഞാൻ എടുക്കാത്തത്. ഇത് നോക്കിയേ, ഒരു കാട്ടുപോത്തിന്റെ കൂട്ടം തന്നെ. അതിൽ ആ പിന്നിൽ നിൽക്കുന്ന കാട്ടുപോത്തിന്റെ സൈസ് ഒന്ന് നോക്ക്. വണ്ടിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു യമണ്ടൻ കാട്ടുപോത്ത് വന്നു, പക്ഷെ പേടിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ വൈകിട്ട് ഒരു 5 മണി 6 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ പിന്നെ പുറത്തേക്ക് ഇറങ്ങാറില്ല. വീടിൻ്റെ മുൻപിലെ കളിച്ചിരിക്കുന്ന കൊച്ചിനെ വരെ പുലി എടുത്തുകൊണ്ട് പോയ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലം. ഇത് പണ്ട് ബ്രിട്ടീഷുകാർ അവർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടിരുന്നതാണ്. എന്തിട്ടാ സായിപ്പിൻ്റെ സെറ്റപ്പ്, എല്ലാം ഇംഗ്ലീഷ് സ്റ്റൈല്. നിങ്ങൾ ഇത് കണ്ടോ, ഇതാണ് ഞങ്ങൾ ആദ്യമൊക്കെ വാൽപ്പാറയിൽ വന്നപ്പോൾ താമസിച്ചിരുന്ന സ്ഥലം. അന്ന് ഇത്രയും മോശമൊന്നും ആയിരുന്നില്ല. പിന്നെ എപ്പോഴോ ആന വന്ന് ബാക്കിലത്തെ ചുമര് പൊളിച്ചപ്പം പിന്നെ അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അന്നൊക്കെ നല്ല രസമായിരുന്നു, ചുറ്റും ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥലം, ഷെഡ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ മാറി. പക്ഷെ കണ്ടപ്പോൾ ഒരു ഓർമ്മ. ഈ വീടാട്ടോ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ താമസിച്ചത്. കുന്നിൻ്റെ മുകളിലാണെന്ന് വിചാരിച്ചിട്ട് ആനയും പുലിയൊന്നും വരില്ല എന്ന് വിചാരിക്കേണ്ട. നോ എക്സെപ്ഷൻസ്. ഇവിടെ വാൽപ്പാറയിൽ എല്ലായിടത്തും പുലിയും ആനയൊക്കെ എത്തും. നമ്മൾ അവിടെ നിന്ന് നേരെ കുളിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടത്തേക്ക്. വെള്ളത്തിനാണെങ്കിൽ ഫ്രീസിങ് കോൾഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ തണുപ്പും. പക്ഷെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ വാച്ചർ പറഞ്ഞു ഇത് ആനയും പുലിയും കാട്ടുപോത്തൊക്കെ എപ്പോഴും വരുന്ന സ്ഥലമാണ്, സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളതൊന്നും കാര്യമാക്കിയില്ല, ഫുൾ എൻജോയ് ചെയ്തു. ഭൂമിയിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ വാൽപ്പാറ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഞാനിവിടെ വരുമ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, ഏതെങ്കിലും ജീവികളൊക്കെ ആക്രമിച്ച് അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇവരെങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുള്ളത്. ഇതാണ് വാൽപ്പാറ ഫോറസ്റ്റിൻ്റെ ഉള്ളിലത്തെ ഹോസ്പിറ്റൽ. ഞാൻ മുൻപൊക്കെ വരുന്ന സമയത്ത് ഇവിടെ എപ്പോഴും കുറേ പിള്ളേരുണ്ടാവും വോളിബോൾ കളിക്കാനായിട്ട്. പക്ഷെ ഇപ്പോൾ ആരുമില്ല. എൻ്റെ നാട്ടിലാണെങ്കിലും വാൽപ്പാറയിലാണെങ്കിലും ഇപ്പോൾ കേരളത്തിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം സെയിമാണ്. ഇവിടെ കണ്ടോ, എല്ലാ ഗ്രൗണ്ടുകളും കളിക്കാൻ ആൾക്കാരില്ലാണ്ട് ഇങ്ങനെ കിടക്കുക. ഇവിടെ നിന്നൊക്കെ കുറേ പേര് ഈ ആനയുടെയും കാട്ടുപോത്തിൻ്റെയൊക്കെ ശല്യം കാരണം പോയി. പക്ഷേ കുറേ പേര് ഇപ്പോഴും ഉണ്ട്. ആർക്കാണ് ജനിച്ച് വളർന്ന നാട്ടിൽ നിന്ന് പോകാൻ തോന്നുന്നത്? നമ്മൾ ഇവനെ കുറേ നേരമായി നോക്കിക്കണം. ഇവൻ നമ്മളെ നോക്കും, അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കാര്യം നോക്കും. നമ്മളെ നോക്കും, ഇവൻ്റെ കാര്യം നോക്കും. തൊട്ടപ്പുറത്ത് തന്നെ ഒരു മയിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ്. ഒരേ ഫ്രെയിമിൽ തന്നെ നമുക്ക് 2-3 അല്ലെങ്കിൽ കുറേ ആനിമൽസിനൊക്കെ കാണാൻ പറ്റും ഇവിടെ. നമ്മൾ പോകുന്ന സ്ഥലമുണ്ടല്ലോ, നിങ്ങൾ യൂട്യൂബിൽ പോലും സെർച്ച് ചെയ്താൽ കാണാൻ ചാൻസ് ഇല്ലാത്തൊരു സ്ഥലമാണ്. ഒരു 1-1.5 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ മല കയറി പോകണം. ഒരു സെമി ഓഫ് റോഡ് എക്സ്പീരിയൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ടൂറിസ്റ്റുകൾക്ക് പോലും വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം ആക്സസ് ഉള്ള ഒരു സ്ഥലമാണിത്. എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ വീട് പോലത്തെ ഈ സെറ്റപ്പ് ഇല്ലേ, ഇതാണ് വാൽപ്പാറയിൽ ഇംഗ്ലീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ ബംഗ്ലാവ്. അത് 1922 ഉണ്ടാക്കിയതാണ്. ഇതാണ് ഏറ്റവും പഴയത്. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നിട്ടേ സായിപ്പ് ബൈനോക്കുലർ വെച്ചിട്ട് ഇങ്ങനെ നോക്കും ആൾക്കാർ പണിയെടുക്കണ്ടോന്നൊക്കെ. ചിലപ്പോൾ അത് ശരിയായിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ വാൽപ്പാറയുടെ ഒരു വലിയ ഭാഗം തന്നെ കാണാം. ഇത് കണ്ട മക്കളെ നിങ്ങൾ, സായിപ്പിൻ്റെ ഓരോ സെറ്റപ്പ്. നമ്മളിതൊക്കെ ഇംഗ്ലീഷ് സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ. സായിപ്പൊക്കെ ഇത് പണ്ടേ വാൽപ്പാറയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സായിപ്പിൻ്റെ ബംഗ്ലാവിൻ്റെ മുൻപിലത്തെ ഒരു കുന്തിരിക്ക മരമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു വീതി നോക്കി, 2 ആൾ വട്ടിട്ട് പിടിച്ചാൽ കിട്ടില്ല. അതിൻ്റെ ഹൈറ്റ് നോക്കി. ഈ പ്രാവശ്യത്തെ നമ്മുടെ വാൽപ്പാറ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ. പക്ഷേ വിചാരിച്ച അത്ര കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അടുത്ത തവണ നമ്മൾ എന്തായാലും എല്ലാം കാണിക്കുന്നതായിരിക്കും. അതുവരെ ബൈ.